90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. ശ്രുതി മധുര വസന്തത്തിന്റെ ആനന്ദ ലഹരിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. സ്വരസന്ധിയിൽ ലയമധുരം പകർന്ന മിടുക്കി പാട്ടുകാരി കോഴിക്കോട്ട് നിന്നും നമ്മുടെ ദേവൂട്ടി. വെൽക്കം ദേവനന്ദ. എന്തോ മീനൂട്ടി ചെറുതായതാണോ അതോ ഇവള് പൊക്കം വെച്ചാണോ? അവള് വലുതായതാ. അതോ എനിക്കിപ്പോ ഒരു പടത്തിന്റെ ഓർമ്മ. എന്താണ് ഒരു ചെറുതും ഒരു ഓക്കെ. ഏത് പാട്ടാ മോളെ? ഞാൻ ഇന്ന് പൊന്മേഘമേ ശലഭങ്ങളെ. തകർക്ക്. All the best, Devoti. Thank you. All the best. Thank you. പൊന്മേഘമേ ശലഭങ്ങളെ
MSD ഓ നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. ഇതിനകത്ത് ഒരു ചെറിയൊരു ഡിഫിക്കൽറ്റി പറഞ്ഞുതരാം. മോളുടെ ഡിഫിക്കൽറ്റി. മോള് നന്നായിട്ട് പാടി. മോള് താഴെ പാടുമ്പോഴത്തേക്ക് ഈ ശ്രുതി കുറയ്ക്കുന്ന. എന്തിനാ സങ്കടപ്പെടുന്നത്? അതൊന്നും കുഴപ്പമില്ല. എന്താ ദേവുട്ടി? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു പ്രശ്നമില്ല. എന്തിനാണ്? അയ്യടി നമ്മൾ ആരും ഒരു പ്രശ്നം പറഞ്ഞു. നമ്മളൊന്നും പറയാൻ തുടങ്ങിയില്ലല്ലോ. പാടാൻ ബുദ്ധിമുട്ട്. അത് സാരമില്ല മോളെ. അതൊക്കെ ഇത് കുറച്ച് മുമ്പേ ഞങ്ങൾ വന്ന വേറൊരു കണ്ടസ്റ്റന്റ് വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ. കാരണം എല്ലാ ദിവസവും ഇപ്പൊ അങ്കിളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ മധുവിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ശക്തിശ്രീയുടെയോ, ഇത് മ്യൂസിക് ഡയറക്ടറാണ്, എന്നാലും എല്ലാ ദിവസവും ഇദ്ദേഹത്തിന് ഒരു പാട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പാട്ടുണ്ടാക്കാൻ പറ്റും. അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് വന്ന് കരഞ്ഞ ഉടനെ എല്ലാം റെഡിയാവും. നമ്മള് റോബോട്ടോ മെഷീനോ ഒന്നും അല്ലല്ലോ. മോള് സുബ്ബു അവിടെ നിന്നുകൊണ്ട് അയ്യോ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ് കരയുമ്പോഴത്തേക്ക് പാട്ട് പറയും. മോളെ ഇപ്പൊ ശരിയായി തരാം. ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത് കേട്ടോ, ഒരു ടിഷ്യൂ തരാം ഞാൻ. അങ്ങ് വരെ എത്തിയാ? ഞാൻ കണ്ടില്ല. അവിടം വരെ എത്തിയോ? കണ്ടില്ലേ? ഒയ്യോയ്യോയ്യോ, ഞാൻ വിചാരിച്ചു കണ്ണു മാത്രമേ നിറഞ്ഞുള്ളൂ. ഇഞ്ഞ വന്നല്ലേ താഴെ? ഗംഗാജലമോ പ്രളയമോ? മോളെ ശബ്ദമൊക്കെ ചില ദിവസം എല്ലാവർക്കും പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഇന്ന് അങ്കിളിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അങ്കിളിന്റെ പ്രശ്നം എനിക്ക് എന്താണെന്നറിയോ? മൂക്കടഞ്ഞിരിക്കും. സത്യം. ഞാൻ ആക്കുമ്പോൾ എനിക്കൊരു ഈസി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല. എനിക്കിപ്പോ കരഞ്ഞിട്ട് എന്ത് കാര്യം? അടഞ്ഞുപോയ മൂക്കടഞ്ഞു തുറക്കും എന്ന് നമ്മൾ വിശ്വസിക്കുക. അത് എന്ന് പറഞ്ഞാലും മോൾ ഇന്ന് പാടിയതെല്ലാം വളരെ നന്നായിരുന്നു. പക്ഷേ ഒറിജിനൽ പിച്ചിലായിരുന്നെങ്കിൽ മോക്കൊന്നുകൂടെ മോളുടെ ശബ്ദം എത്ര മാസം കൊണ്ട് അങ്കിള് കേൾക്കുകയാണ്. മോൾ എങ്ങനെ പാടുമെന്നുള്ളത് ഇത് എല്ലാവർക്കും അറിയാം. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം മോൾ എങ്ങനെയാണ് പാടുന്നത്, വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇന്ന് പാടിയപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചത് ഈ പൊന്മേഘമേ എന്ന് തുടങ്ങി വളരെ ലോ ആണോ, അത് മോടെ കൺട്രോളിൽ വരുന്നില്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത് മോടെ ശബ്ദത്തിന് പ്രശ്നമുണ്ടെന്ന്. ഞാൻ ഒറിജിനൽ പിച്ചിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. അതിന്റെ സങ്കടം കൂടെ ഉണ്ടല്ലേ? പെട്ടെന്ന് വയ്യാണ്ടായപ്പോ ഇത്രേ ഈ കാണുന്ന നീളമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. വെറും പാവാ. എത്ര വയസ്സായി? 14 വയസ്സായി. എന്നാലും ഇനി കുറച്ചുകൂടെ ഒക്കെ മെച്ചൂർഡാകണം കേട്ടോ. കാരണം ഇങ്ങനെ കാര്യമൊന്നും വരുത്. നന്നായിട്ട് പാടി മോളെ. കാരണം ഈ തിരുതാളിയും കുളിരും തരാം എന്നുള്ള പോർഷനല്ലേ ഏറ്റവും ടോപ്പ് പോകുന്നത്. അപ്പൊ അതാണ് മോള്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ പിച്ച് ഡൗൺ ചെയ്തത് അല്ലേ? ഇത്ര അങ്കിൾ മനസ്സിലായല്ലോ, ഇതെല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഡോണ്ട് വറി, നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ട് വരും. ധൈര്യമായിട്ടിരിക്കും. നമ്മുടെ സ്വന്തം MS സുബ്ബു. ഓൾ ദി ബെസ്റ്റ്. മോള് ഈ കരഞ്ഞില്ല, അത് ഒരു നല്ല സൈനായിട്ട് തോന്നിയില്ല. പാട്ട് ഇവിടെ വിഷയമല്ല. കാരണം ദേവനന്ദയുടെ പാട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ പല ടൈപ്പ് പെർഫോമൻസസ് തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരാൾക്ക് നമുക്ക് ഫേവർ ചെയ്ത് വരാൻ പറ്റില്ല. ഇത് സംഭവം വരുന്നത്, നമ്മൾ ഒരു പെർഫോമൻസിന് പോകുമ്പം നമ്മൾ നമ്മളുടെ കാര്യം മാത്രം ഓർക്കരുത്. ഇന്ന് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഷൈൻ ചെയ്യണേ, എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എല്ലാം ഈ എനിക്ക് ഞാൻ എന്നുള്ളൊരു ചിന്ത മോള് കൂടുതൽ എടുക്കുമ്പോഴാണ് എനിക്ക് പരിക്ക് വരുമ്പം കൂടുതൽ കൊള്ളുന്നതും. മനസ്സിലായില്ലേ? ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു പാട്ട് കേട്ടിട്ട് സന്തോഷിക്കാൻ പറ്റണേ എന്ന് വിചാരിക്കും. അപ്പം അതിൽ ഞാൻ പാടിയാലല്ലേ എല്ലാവർക്കും സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇന്ന് ഹാപ്പി ആവണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ കണ്ടു കഴിഞ്ഞാലില്ലേ നമ്മളുടെ ഡാമേജ് നമ്മൾ ഷെയർ ചെയ്യും എല്ലാവരുമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രസമുള്ളൊരു സാധനം ഇതിനേക്കാളും നല്ലത് വന്നേനെ, സാറില്ല, നെക്സ്റ്റ് ടൈം നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ കാണുക. നമ്മൾ ഷെയർ ചെയ്ത് വെക്കുക. ഇപ്പം നമുക്ക് നന്നായി പാടിയില്ലെങ്കിൽ സോറി ചേട്ടാ നിങ്ങൾക്ക് നല്ലൊരു പാട്ട് കിട്ടിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ കണ്ടു കഴിഞ്ഞാൽ തീർന്നു പ്രശ്നം. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് നമ്മളെ തന്നെ നമ്മൾ ഡാമേജ് ചെയ്യില്ല. ഇപ്പൊ മോൾക്ക് അതാ പറ്റിയത്. മോള് ഇന്ന് വന്നു കഴിഞ്ഞ് ഇന്ന് എന്തോ റെക്കോർഡ് ഇവിടെ ഉണ്ടാക്കും. ഇന്ന് 30 എല്ലാവരും 30 മേടിക്കുന്നത്, ഞാൻ ഇന്ന് 35 മേടിച്ചിട്ടുണ്ട്. ബാക്കി കാര്യം അങ്ങനെയൊന്നും ഒരിക്കലും കാണുന്നു. മാർക്കൊക്കെ ഏതോ വഴിയിൽ വന്നു പോകും. ചില കണ്ടസ്റ്റൻസ് ചില പാട്ട് ചിലപ്പോൾ ഫുൾ മാർക്ക് ആയിരിക്കില്ല, ഒരു എറർ കാരണം. പക്ഷെ അന്നത്തെ ദിവസം 30 out of 30 കിട്ടിയതിനേക്കാളും മനസ്സിലിരിക്കുന്നത് ഈ കണ്ടസ്റ്റന്റ് പാടിയായിരിക്കും. അതാണ് ആക്ച്വൽ വിക്ടറി. മനസ്സിലായില്ലേ? ഫുൾ മാർക്ക് കിട്ടിയിട്ടും ഒരു ക്രൗൺ മാത്രം തല വെച്ച് കൊടുത്ത് വിടുന്നതും ഒരു പൊട്ടിക്ക് കുറഞ്ഞിട്ടും ആ പെർഫോമൻസിനെ പറ്റി 2 ദിവസം പറഞ്ഞു നടക്കുന്നതും വ്യത്യാസം.
അത് മോള് നോക്കുക. ഇന്ന് മോള് പാടിയതിൽ എനിക്ക് തോന്നിയ ഒറ്റ കാര്യമുള്ളൂ, കുറച്ച് സ്ലിപ്സ് ഉണ്ടായിരുന്നു മോളുടെ അടുത്ത് സാധാരണ വരാത്ത. ഹൈ നോട്ട് വരുന്ന സമയത്ത് അവിടെ അങ്ങ് എത്തിച്ചില്ല എന്നുള്ളൊരു മട്ടിലായിരുന്നു. അതൊന്നും ദേവനന്ദ സാധാരണ വരുമ്പോൾ ഉണ്ടാവാറില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ദേവനന്ദ തന്നെ പറഞ്ഞു, ഹയർ പിച്ചിൽ പാടാൻ പറഞ്ഞപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യും. മോള് ട്രൈ ചെയ്യാൻ നിന്നില്ല. മോള് പറഞ്ഞു എനിക്കത് കിട്ടില്ല, സുഖമില്ല, ഇല്ലേ? ട്രൈ നോക്കിയപ്പോ ഭയങ്കര സ്ട്രെയിനാണ്. അപ്പൊ ആ ഉത്തരത്തിൽ തന്നെ ഒരു യൂഷ്വലി കേൾക്കാത്തൊരു ഉത്തരം കേട്ടപ്പോൾ മനസ്സിലായി എനിക്ക് പ്രശ്നം എന്തോ ഉണ്ട്. അപ്പോഴേക്കും മോളങ്ങ് ബ്രേക്ക് ഡൗൺ ആവരുത് കേട്ടോ. ആർക്കും ഒന്നും തീരുമാനിക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഒരു ദിവസം രാവിലെ ഇരുന്ന് ഇന്ന് ഞാനൊരു സൂപ്പർ റേറ്റ് ഉണ്ടാക്കാൻ പോവാം എന്ന് പറഞ്ഞിരുന്നാൽ വല്ലതും വരും? ഇല്ല. അതൊക്കെ അങ്ങ് സംഭവിച്ചു പോകുന്നത്. അതുമാതിരി തന്നെ ബെസ്റ്റ് പെർഫോമൻസ് സംഭവിച്ചു പോകുന്നത്, ഇതും സംഭവിച്ചു പോകുന്നത് കേട്ടോ. മോളുടെ പാട്ടിൽ നത്തിങ് ടു വറി. എനിക്ക് ആ ചെറിയ സ്ലിപ്സ് ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൽ കാര്യമില്ല. അതിൻ്റെ റീസൺ പറയാം, മോൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് ടൈം കം ബാക്ക്. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എമ്മ സുബ്ബു ആ നന്നായിരുന്നു മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഇങ്ങനെ Thank you, sir. വയ്യാതെ ഇരുന്നിട്ടും ഇത്ര നന്നായിട്ട് പാടിയില്ലേ, അതിനൊരു വലിയ കയ്യടി കേട്ടോ. താങ്ക് യു സർ. ചെറിയ ഇന്നിപ്പോൾ വയ്യാത്തതിൻ്റെ കാരണം കൂടി ചില സ്ഥലങ്ങളിലെല്ലാം കുറച്ച് ശ്രുതി പ്രശ്നം വന്നു, ചില സ്ലിപ്സ് ഉണ്ടായി. അതിപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുമോ ഞാൻ പാടിപ്പിക്കുകയോ ഒന്നും എൻ്റെ ആവശ്യമില്ല. ഇത് ഓഡീഷനൊന്നും അല്ലല്ലോ. ഇത്രയും നാള് നന്നായിട്ട് പാടി പ്രൂവ് ചെയ്ത ആളല്ലേ ദേവനന്ദക്കുട്ടി. ഒട്ടും വിഷമിക്കണ്ട, നമുക്ക് അടുത്തേല് പിടിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. MS സുബ്ബു, ഓ MSD ഇന്ന് നന്നായിട്ടാ പാടിയേ. ആക്ച്വലി ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ട്, ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ പറഞ്ഞപ്പം. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് അതും മനസ്സിലാവാറുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാതെ ആകുമ്പം ഓഫ് കോഴ്സ് ആർക്കായാലും ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ സാരമില്ല. ആൻഡ് ഇപ്പോൾ സാറുമാരൊക്കെ പറഞ്ഞ പോലെ സ്റ്റേജിൽ എന്ത് വേണേൽ സംഭവിക്കാം. ആൻഡ് ദിസ് സ്റ്റേജ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ലൈഫ്. ലൈഫിലും അങ്ങനെയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു എന്ന് കരുതി അതുപോലെ നടക്കണം എന്നില്ലല്ലോ, അല്ലേ? സോ മെനി ഡിഫറെൻറ്റ് തിങ്സ് ഹാപ്പൻ. പക്ഷെ അതിൻ്റെ വിതിൻ ദാറ്റ് നമ്മളൊരു സിൽവർ ലൈനിങ് കണ്ടെത്തുക. അത് അങ്ങനെ നോക്കാൻ പറ്റുവാണെങ്കിൽ യു വിൽ ഓൾവേസ് ബി ഹാപ്പി, ഓർ യു വിൽ ഓൾവേസ് ഫൈൻഡ് എ വേ ടു ബി ഹാപ്പി. വയ്യാതെ ആണെങ്കിലും സ്റ്റേജിൽ കയറി വന്ന് പാടിയല്ലോ, അല്ലേ? ദാറ്റ് ഈസ് എൻ അമേസിങ് സ്പിരിറ്റ്. നോട്ട് ഗിവിങ് അപ്പ്, അതൊരു വലിയൊരു കാര്യമാണ്. ആൻഡ് നമ്മൾ എന്തിനാ പാടുന്നത്? ബിക്കോസ് ഇറ്റ് മേക്സ് യു ഹാപ്പി, അല്ലേ? അത് എന്നും ഓർമ്മ ഉണ്ടായാൽ മതി. ഓഡിയൻസ് 2 പേരാണെങ്കിലും 200 പേരാണെങ്കിലും 20,000 പീപ്പിൾ ആണെങ്കിലും ദേവുട്ടി യു ഗെറ്റിംഗ് ഓൺ സ്റ്റേജ് ആൻഡ് സിംഗിങ് ബിക്കോസ് യു ലവ് മ്യൂസിക്. അത് ഓർമ്മയുണ്ടെങ്കിൽ യു വിൽ ബി ഓൾ റൈറ്റ് എനി ഡേ, ഓൾ ദ ടൈം. ഇനി ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വളരെ ശരിയാണ്. കാരണം ലൈഫിൽ എപ്പോഴും പ്ലസ് ആയിരിക്കില്ല, കുറച്ച് താഴോട്ട് പോകും, പിന്നെ മേലോട്ട് വരും. ഞാനിപ്പോൾ ദീപക് സാർ പറഞ്ഞ പോലെ മ്യൂസിക്കിൻ്റെ പുറത്ത് കുറേ തിങ്സ് ഉണ്ട്. എല്ലാ ആർട്ടിസ്റ്റും എഴുതിയിരിക്കുന്നതും കമ്പോസ് ചെയ്തിരിക്കുന്നതൊക്കെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ ദീപക് സാർ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മ്യൂസിക്, ഇറ്റ്സ് അബൌട്ട് ഹൗ യു ആർ ടേക്കിംഗ് ഇറ്റ്, ഹൗ യു ആർ സ്പോർട്ടീവായിട്ട് എടുക്കുന്നത്. ചിലപ്പം ഏറ്റവും സാഡസ്റ്റ് മൊമെന്റ്സ് ലൈഫിലുള്ള സമയത്ത് അടിപൊളി പാട്ടുണ്ടാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതെന്ത് ചാലഞ്ചാണത്? നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ട്രാജഡീസ് ഉണ്ടാവുന്ന സമയത്തായിരിക്കും ഒരു കല്യാണ പാട്ട് ചെയ്തല്ലേ പറ്റൂ. ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ദേവുട്ടി ഇപ്പൊ തന്നെ യു ആർ ഗെറ്റിംഗ് ടു ഹിയർ ഇറ്റ് ഫ്രം എത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണെന്നറിയോ? ഇതൊക്കെ കൂട്ടി നോക്കിയാൽ ഒരു 100 years എങ്കിലും കാണും. ഈ 3 ഗുരുസിന്റെ ലൈഫ് എക്സ്പീരിയൻസസ് കൂട്ടിയാൽ തന്നെ അതൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് അല്ലേ? ഈ ഏജിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസസ് ഇത്ര ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നതൊക്കെ. ആൻഡ് സംടൈംസ് നമ്മൾ സ്റ്റേജിൽ കയറുമ്പം എന്തൊക്കെയോ സംഭവിക്കും. ഇറ്റ്സ് ലൈക്ക് ദ സ്റ്റേജ് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലാൻസ് ഫോർ യു. സോ ജസ്റ്റ് കീപ് ലവിങ് മ്യൂസിക്, കീപ് എൻജോയിങ് ഇറ്റ് ആൻഡ് അങ്ങനെ അടിച്ചു വിളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് നന്നായിട്ടാണ് പാടി, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ആൻഡ് ഇതൊരു ചാലഞ്ചിങ് സോങ്ങും ആണ്. പക്ഷെ ദേവുട്ടി യു ആർ ഓസം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. MSA, ഇന്ന് മോക്ക് അങ്കിൾ തരുന്ന മാർക്ക് 9 out of 10. താങ്ക് യു സർ. ദേവനെന്താ ഓ പിടിച്ചോരു 9. താങ്ക് യു സർ. എമ്മ സുബ്ബു വീണ്ടും താങ്ക് യു സർ. So 27 out of 30. താങ്ക് യു സർ. ഫോമിലല്ലാതെ 27 കിട്ടണമെങ്കിൽ അതൊരു സംഭവം തന്നെ അല്ലേ? അതെ. അപ്പൊ പിടിച്ചോ, ഇന്ന് ജഡ്ജസ് പാനൽ മോൾക്ക് തരുന്നു A-triple wow. താങ്ക് യു. വെരി വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്ത് പൂക്കറ്റി? എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇട്ട് അത് പൊട്ടിക്കും. മനസ്സിന്റെ ഒരു ഉൾവിളിയാണ് പ്രതിഫലിച്ച് എന്തെങ്കിലും താന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് പറയുന്നല്ലേ.
എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ ഒരു സന്തോഷം. അങ്ങനല്ല, സന്തോഷത്തിൽ സന്തോഷപ്പൂക്കുറ്റി. അങ്ങനെ പറ്റില്ല. സന്തോഷപ്പൂക്കുറ്റി. ചിരിക്കോ? ആ ശരി. അപ്പം ആടിലോനപ്പ MS സുബ്ബുവിന് വേണ്ടി ഒരു സന്തോഷപ്പൂക്കുറ്റി. താങ്ക് യു. Congratulations, you are awarded a triple wow. താങ്ക് യു സർ. Wow. 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 താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. ഇനി വോട്ടിംഗുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകും. വടക്കുംനാഥന്റെ മണ്ണിൽ ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് ഒരുക്കി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജി എത്തുന്നു. തൃശ്ശൂർക്കാർക്ക് ഇനി ഏറ്റവും ട്രെൻഡിയായ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും ഇനി മൈജി ഫ്യൂച്ചർ സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കാം. ഒരു കുടുംബത്തിലേക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് മൈജി ഫ്യൂച്ചർ സ്റ്റോറിലൂടെ. തൃശ്ശൂരിലെ മൈജിയുടെ 8ാമത്തെ ഷോറൂമും ആദ്യത്തെ ഫ്യൂച്ചർ സ്റ്റോറുമാണ് ഏപ്രിൽ 10 ആരംഭിക്കുന്നത്. മൈജിയുടെ കേരളത്തിലെ 90ാമത്തെ ഷോറൂമാണ് തൃശ്ശൂരിലേത്. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, സ്മാർട്ട് TV, AC, റെഫ്രിജറേറ്റർ, മിക്സി, വാഷിംഗ് മെഷീൻ, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങി ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒറ്റയടിക്ക് സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് ഏപ്രിൽ 10 തൃശ്ശൂർ പൂത്തോളിലുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിൽ വെച്ച് കാണാം. എൻജോയ് യുവർ ഫാമിലി ഷോപ്പിംഗ് വിത്ത് മൈജി ഫ്യൂച്ചർ സ്റ്റോർ. പ്രിയ സംഗീത വിരുന്നിലേക്ക് പാട്ടിന്റെ കനിമധുരം പകരാൻ നമ്മുടെ ശ്രീനന്ദ് എത്തുന്നു. വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. ശ്രീനന്ദ് കുട്ട, സർ. തുടക്കമേ നമുക്ക് ശ്രീ എന്ന് വിളിക്കുമ്പോഴേ അതിനൊരു സുഖമുണ്ട് അല്ലേ? എന്റെ പേര് അങ്ങനെ ആയതുകൊണ്ടല്ല. ഏത് പാട്ടാ മോനെ? വാതിൽപ്പഴുതിലൂടെ. ഏത് സിനിമ? എന്നിടനാഴിയിൽ ഒരു കാലൊച്ച. എന്നിടനാഴിയല്ല, ഇടനാഴിയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നിന്റെ മാത്രം ആക്കണ്ട. അങ്ങനെയാണെങ്കിൽ പാടി വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം നിന്റെയാണെന്ന് പറയാം. ഭദ്രൻ സാറാണ് ഡയറക്ടർ. അപ്പൊ ഇതിന്റെ മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമി അല്ലേ? ലിറിക്സ് ONV സാർ. താങ്ങുമല്ലോ അല്ലേ? ഓ, പഠിച്ചിട്ടുണ്ട്. എത്ര ദിവസം എടുത്തിട്ടാ ഇത് പഠിച്ചത്? ഒരു 3-4. അത് ഇത്തിരി പ്രശ്നമാണല്ലോ. അല്ല, ഞാന് ചെറുപ്പത്തിലൊക്കെ കേട്ടോണ്ടിരിക്കുന്ന പാട്ടായിരുന്നു. ആണോ? ആ, ഞാനും അതെ. സ്വാമി ചെയ്തതിൽ വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണിത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം
ശ്രീനന്ദ്, സർ. ഞാനൊരു നമസ്തേ പറഞ്ഞോട്ടു. കാരണം ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, മധുവും ദീപും ഒക്കെ. ഈ പ്രായത്തിൽ ഈ പിള്ളേർ പാടുന്നതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ മാത്രമല്ല ഈ പാട്ട് അങ്ങനെ എടുത്ത് എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല എൻ്റെ പൊന്ന് നന്ദാ. നീ വെച്ച് പ്ലറിഞ്ചി. താങ്ക് യു സർ. പറയാതിരിക്കാൻ വയ്യാട്ടോ. അതുപോലെ തന്നെ ഓർക്കസ്ട്ര, അയ്യോ ടോപ്പ് ബാൻഡ്, ഗംഭീരം. Original പോലെ തന്നെ. റിതം സൈഡ് ആൻഡ് വയലിൻ, എല്ലാരും ഫ്ലൂട്ട് അല്ലേ? അതെ, ഒറിജിനൽ പോലെ തന്നെ ഇരുന്നു. ഒരു രക്ഷയില്ല. വയലിൻ സെക്ഷൻ സ്പെഷ്യൽ അപ്ലോ. അതെ, മോനെ ഒന്നും പറയുന്നു. എനിക്കൊന്നുമേ സൊല്ലറതുക്കില്ലേ, ரொம்ப അഴകാ പാടിയത്. താങ്ക് യു സർ. നന്നായിരിക്കുന്നു. Thank you, കാരണം ഇത് sir. കുറേ സ്ഥലങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം എക്സ്പ്രഷൻസ് ഒക്കെ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആൻഡ് ബ്ലെസ്സിങ് ഫോർ ദ ടോപ്പ് സിംഗർ. നിങ്ങളെപ്പോലുള്ള പാട്ട് സുന്ദരം. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീനന്ദ് ഇപ്പോൾ പാടിയ പാട്ട് ഞാൻ വളരെ കോയിൻസിഡൻ്റലായിട്ട് കുറച്ച് ദിവസം മുമ്പേ എൻ്റെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പഴയ സെലക്ഷൻസ് കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പാട്ട് കുറച്ചധിക പ്രാവശ്യം കേട്ടു. അതായത് ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാനിത് കേട്ടത് ഇതിൻ്റെ വയലിൻ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടാണ്. അപ്പോൾ ഈ പാട്ട് കുറച്ചധിക പ്രാവശ്യം കേട്ടതുകൊണ്ട് തന്നെ മോൻ എത്രമാത്രം ഈ പാട്ടിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അങ്കിളിന് മനസ്സിലായി. മോൻ പാടിയപ്പം ഒരു രക്ഷയില്ല, സൂപ്പർ. താങ്ക് യു സർ. മോൻ്റെ പ്രായത്തിൽ ഇതിൻ്റെ അപ്പുറത്തല്ല, ഇത് തന്നെ ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ അപ്പുറത്തൊന്നും പറ്റി ചിന്തിക്കുന്നേ ഇല്ല. കാരണം മോൻ ഏറ്റവും ഒറിജിനൽ എന്ത് കേൾക്കുന്നു അത് തന്നെ. ഒന്നോ രണ്ടോ സംഭവം തന്നെ മോൻ്റെ രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഞാനതൊരു പ്ലസ് ആയിട്ടാണ് കാണുന്നത്. അതായത് ആ പാട്ടിൻ്റെ ഭാവം മനസ്സിലാക്കിയത് കൊണ്ടാണ് മോൻ്റെ രീതിയിൽ ഇട്ടപ്പോൾ അതിന് എക്സാക്ട്ലി സെയിം ബ്യൂട്ടി തന്നെയാണ് വന്നത്. അതായത് നോട്ടിൻ്റെ സഞ്ചാരം ഞാൻ ഒരിക്കലും ഡിറ്റോ കേട്ടതുമാതിരി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ആ നോട്ട്സ് സഞ്ചരിച്ചതുപോലെ തന്നെ മോൻ്റെ രീതിയിൽ സഞ്ചരിച്ചു. ഈ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് കേൾപ്പിക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധിയാണ്. വിച്ച് മീൻസ് there is nothing to say wrong about the song. Amazing. താങ്ക് യു സർ. ശ്രീനന്ദ് കൂട്ടാ, സർ. എന്താ പറയാ, എങ്ങനെയാ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് വാക്കുകളില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് മോൻ പാടി. താങ്ക് യു സർ. ഞാനും ശ്രീകുടി ചേട്ടനും കഴിഞ്ഞ ഉടനെ ദീപും കൂടി സംസാരിക്കുകയായിരുന്നു, ഇതെന്തൊരു പാട്ടാണ് മോൻ പാടുന്നത്, ഒന്നും കണ്ടുപിടിക്കാനില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് സ്വാമി ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത പാട്ടാണ്. അതെ, സ്വാമി ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നാരായണ നാരായണ എപ്പടി പാടുറ എന്ന് പറയും. അത്രയ്ക്ക് സന്തോഷമായേനെ. സ്വാമിയോട് ഉണ്ടായിരുന്നെങ്കിൽ മോനെ അടുത്ത് വിളിച്ച് മടിയിലിരുത്തി എന്ന് ലാളിച്ചേനെ. അത്രയ്ക്ക് നന്നായിട്ട് മോൻ പാടി. ഒരു കുട്ടിയും ഞാൻ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ഈ പാട്ട് പാടുന്നത് കേട്ടിട്ടില്ല ഇതുവരെ. അത്രയ്ക്കും ഭാവാത്മകമായിട്ട് മോൻ പാടി. സ്വാമി ഇടക്കാലത്ത് വെച്ചിട്ട് സിനിമാ സംഗീതം ചെയ്യുന്നത് നിർത്തിയത് അത് ഈ പാട്ടിലൂടെ. ഈ പാട്ട് കഴിഞ്ഞ പിന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യുന്നത് സ്വാമി നിർത്തി. അത് വൈക്കത്തപ്പം ഒന്ന് പറഞ്ഞു എന്നാണ് പറയണത്, തൽക്കാലത്തേക്ക് നിർത്തിക്കോളാൻ. എന്നിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയ്ക്കാണ് പിന്നെ സ്വാമി സംഗീതം ചെയ്യുന്നത്. അതിൽ അമ്മേ നീയൊരു ദേവാലയം അങ്ങനൊരു പാട്ടുണ്ട് ദാസേട്ടൻ പാടിയത്. ഈ പണ്ട് സ്വാമി എൻ്റെ അടുത്ത് പറയും, സ്വാമിയും ചെമ്പൈ സ്വാമിയും പണ്ട് ഗുരുവായൂർ വെച്ച് കാണും. അപ്പോൾ സ്വാമിയെ കാണുമ്പോൾ ചെമ്പൈ സ്വാമി ചോദിക്കും, ആ വൈക്കത്തപ്പാ എന്ന് വിളിക്കും. അപ്പോൾ സ്വാമി തിരിച്ചു വിളിക്കും, ഗുരുവായൂരപ്പാ എന്ന് വിളിക്കും. എന്നുവെച്ചാൽ ചെമ്പൈ സ്വാമി ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളാണ്, ദാസനാണ്. ദക്ഷിണാമൂർത്തി സ്വാമി വൈക്കത്തപ്പൻ്റെ ദാസനാണ്. അപ്പോൾ എന്തായാലും മോൻ വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ഇതുപോലെ തന്നെ പോട്ടെ. നല്ല ഒരു മ്യൂസിക് ലൈഫ് മോനുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. മോൻ എത്ര വയസ്സായി? 13. ഭയങ്കര മെച്യൂരിറ്റി പാടുന്നതിലും, ദ വേ യു കണ്ടക്ട് യുവർ സെൽഫ് ഇൻ യുവർ ബോഡി ലാംഗ്വേജ്, ഇൻ യുവർ സ്റ്റേജ് പ്രസൻസ്, എല്ലാത്തിലും. താങ്ക് യു. ഫാന്റാസ്റ്റിക് സിംഗിങ് അല്ലേ? താങ്ക് യു. ഒരു ഭയങ്കര ഒരു മെച്യൂർഡ് സിംഗർ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഒരു അപ്രോച്ച് ആണ് ശ്രീനന്ദ് ഇന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ആൻഡ് ഭയങ്കര ക്ലാരിറ്റി, ലൈക്ക് പാടുന്നതിൽ ആൻഡ് യു ആർ ഷുവർ ഓഫ് യുവർ സെൽഫ്.
വെരി കോൺഫിഡൻറ്റ്. വെരി കോൺഫിഡൻറ്റ്. And that's a beautiful, beautiful thing. And at this age, to have that അങ്ങനത്തെ ഒരു കോൺഫിഡൻസും അങ്ങനത്തെ ഒരു ക്ലാരിറ്റിയും, hats off. താങ്ക് യു മാം. Brilliant, brilliant, brilliant. താങ്ക് യു മാം. താങ്ക് യു. ഹൃദയത്തിൻ തന്ത്രിയിലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലകണം ഇട്ടു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി. I really hope പാട്ട് പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നിന്നിട്ടാണുള്ളത്. പിന്നെ ഇവിടെ വന്നല്ലോ, ആ അപ്പോൾ പിന്നെ ഇവിടെ വേറെ type പഠിത്തം. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളി. ഇവിടുത്തെ മ്യൂസിക് ലേണിംഗ് ഓൾസോ ഐ ഹോപ്പ് യു ട്രൈ ആൻഡ് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യൂ. ആൻഡ് പ്ലീസ് കണ്ടിന്യൂ യുവർ മ്യൂസിക് സ്റ്റഡീസ്. ഏത് ക്ലാസ് ആയാലും കുഴപ്പമില്ല, അതൊക്കെ യു വിൽ ലേൺ ഹൗ ടു മാനേജ് ഇറ്റ്. ബട്ട് പ്ലീസ് 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 കണ്ടിന്യൂ ടു ലേൺ മ്യൂസിക്. യു ആർ ഡെഫിനറ്റ്ലി ഗിഫ്റ്റഡ്. ഈ ഒരു ഭക്തിയില്ലേ, ഈ പാട്ടിലുള്ളൊരു ഭക്തി, രാഗത്തിനുള്ളൊരു ഭക്തി, മ്യൂസിക്കിനോടുള്ളൊരു ഭക്തി, അത് മോൻ പാടുമ്പം എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. താങ്ക് യു മാം. സോ പ്ലീസ് കണ്ടിന്യൂ ടു ഡു വെൽ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ശ്രീനന്ദ് സർ. ഐശ്വര്യമായിട്ട് മനസ്സറിഞ്ഞ് ഞാൻ തരിക 10 out of 10. താങ്ക് യു സർ. താങ്ക് യു സർ. ഈ പാട്ടിനല്ലെങ്കിൽ പിന്നെ ഏത് പാട്ടിനാ തരിക? 10 out of 10. താങ്ക് യു സർ. ഈ പാട്ടിന് ശരിക്കും യോഗ്യമായിട്ടുള്ളത് 10 തന്നെയാണ്. അതുകൊണ്ട് ഞാൻ 10 തരാം. താങ്ക് യു സർ. So you got 30 out of 30. താങ്ക് യു സർ. വിച്ച് മീൻസ് ഇതിനേക്കാളും വലിയ മാർക്ക് ടോപ്പ് സിംഗറിലില്ല. ആൻഡ് യു ഗെറ്റ് a golden crown. താങ്ക് യു സർ. ആദ്യൊരു വൈക്കത്തപ്പൻ പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടുകളൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാവരും വേഗം തന്നെ വോട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. കഴിഞ്ഞ പാട്ടിനൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ ഇത് വന്നപ്പോഴത്തേക്ക് അത് പോയി. പക്ഷെ ഇത്തവണ കിട്ടി. മാനേ പൂന്തേനെ നിന്നെ കളിയാക്കാൻ പൊന്നാതിര പോറ്റും ചെറുകാണാക്കുയിൽ പാടി ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ. അങ്ങനെ എക്സാം വരെ എത്തിക്കഴിഞ്ഞു. SSLC +2 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ഡേയ്സ് ആണല്ലേ. ഈ ഒരു ടൈമിൽ കൂട്ടുകാർക്ക് ബോർഡ് എക്സാമിന് വേണ്ടി വളരെ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ 90+ മൈ ട്യൂഷൻ ആപ്പിൽ നിരവധി അപ്ഡേറ്റ്സ് ആണ് ഒരുക്കിയിട്ടുള്ളത്. SSLC എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ആശ്വാസമായി 90+ ആപ്ലിക്കേഷനിൽ എക്സാം സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഒരുക്കിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് ചാപ്റ്റേഴ്സ് അടിസ്ഥാനത്തിൽ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് 90+ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ ഈ എക്സാം സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്ക് ലഭ്യമാണ്. സോ ഇപ്പോൾ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരീക്ഷാ പേടി ഒന്നും കൂടാതെ എക്സാമിന് തയ്യാറെടുക്കൂ. സർഗവേദിയിൽ ആലാപനത്തിന്റെ അഴകൊരുക്കിയ കൊഞ്ചൽ നാദം നമ്മുടെ കണ്ണൂരുകാരി ദേവ്നാസിക്ക്. വെൽക്കം ദേവ്നക്കുട്ടി. ഹലോ. ഹലോ. ഹലോ ഹലോ. ഇതാരത് മഞ്ഞുടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് റെഡ് ഫ്ലവർ ഒക്കെ വെച്ചോണ്ട് എന്ത് പാട്ടാന്ന് പാടാൻ പോണേ? ഇന്ന് അരളിയും കദളിയും. ആഹാ. ആരാ മ്യൂസിക്? മ്യൂസിക് ഓ ഓ അല്ല. ആൻഡ് ആ. അയ്യോ. സോ ആർ സോമശേഖരൻ എഴുതിയത് എഴുതിയത് ONB കുറുപ്പ് സാർ. അത് പാടിയത് ചിത്രമ്മ. അപ്പൊ നമുക്ക് തർക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
സീക്കടി ഓ കലയ്ക്ക് മോളെ. താങ്ക് യു സർ. കാരണം മോക്കിപ്പോ 6 വയസ്സല്ലേ ആയുള്ളൂ. 7 കയറി. ആ സാരമില്ല, 6-ന്റെ 6:45 7 ഏതായാലും കുഴപ്പമില്ല. 7.1 ഏതെങ്കിലും പിടിച്ചോളാൻ. 7.1. ആ പ്രായത്തിൽ ഈ പാട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. പക്ഷെ അതിന് ധൈര്യം കാണിച്ചതിനാണ് അങ്കിൾ എണ്ണിട്ട് നിന്ന് കൈയടിച്ചത്. കാരണം അങ്ങനെയുള്ള ധൈര്യം കാണിച്ച് ഒരു സ്റ്റേജിൽ പാടിയാൽ മാത്രമേ മോക്ക് അടുത്ത സ്റ്റേജിൽ ഇതുപോലെയെങ്കിലും അല്ലെ ഇതിൻ്റെ മേളിലെങ്കിലും ഉള്ള ഒരു പാട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റും. ഇപ്പോഴേ നമ്മളിപ്പോൾ ഇരുന്നും എന്തെങ്കിലും മോളെ ഇത് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് വിഷമമായിട്ട് പിന്നെ മോൾ ഇതുപോലത്തെ പാട്ടുകൾ എടുക്കില്ല. മോൾ എടുക്കണം. കാരണം എന്താണെന്നറിയോ, ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ അറ്റംപ്റ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിന് വേണ്ടി ശ്രമിക്കുക. ഏകദേശം അങ്ങറ്റം വരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരു 70-80% വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയുന്നൊരു കഴിവ് തന്നെയാണ്. അതുകൊണ്ട് മോളുടെ അടുത്ത് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പാട്ട് തന്നെ വീട്ടിൽ പോയിരുന്ന് അങ്കിൾ പറയുന്നത് അല്ലെങ്കിൽ ഗ്രൂമേഴ്സ് പറയുന്നത് അത് പിടിച്ചെടുക്കണമെന്ന്. മനസ്സിലായോ? ഇപ്പം മോള് ഏകദേശം പാടിയിട്ടുണ്ട്. പക്ഷെ അതിങ്ങ് പിടിച്ചെടുക്കണം. കുറേ പോർഷൻസ് നന്നായിരുന്നു, അസാധ്യമായിരുന്നു. പിന്നെ അനുവല്യം ചരണം തുടങ്ങുമ്പോൾ ആ ശ്രുതി കറക്റ്റായിട്ട് നീ എന്നുള്ള പോർഷൻസ് അതും ഒന്ന് കൃത്യമായിട്ട് നോക്കിയെടുക്കുക. അതൊക്കെ മോക്ക് പറ്റും. പക്ഷേ ഈ പാട്ടെടുത്തതിന് ഞാനൊരു വലിയ കൈയടി തരുന്നു. കാരണം അത്രയും ഒരു ധൈര്യം കാണിച്ചല്ലോ. ആ ധൈര്യത്തിനാണ് മോക്ക് ഇന്നത്തെ ഒരു പൊൻതൂവലങ്ങൾ വയ്ക്കുന്നത്. വേറൊന്നുമല്ല, ആരും ഈ പ്രായത്തിൽ ഈ കുട്ടികൾ ആരും ഇങ്ങനെ ഈ പാട്ടെടുക്കുക കുഴപ്പമില്ല എടുക്കാമെന്ന് വിചാരിക്കില്ല. എന്തായാലും മോളൊരു നല്ല സെലക്ഷനാണ്. നല്ല ബ്രേവ് അറ്റംപ്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദേവനക്കുട്ടി, നമ്മളെ കുട്ടിപ്പട്ടാളത്തിലെ ഒരു ചെറിയ ചുമിട്ട് വന്ന് ഈ പാട്ട് എടുത്തിട്ട് പാടിയല്ലോ. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പാട്ടൊന്നെന്ന് പറഞ്ഞാൽ MG പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾ എടുക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷെ ചെറിയ കുട്ടികൾ എടുക്കുന്നു മാത്രമല്ല, ആ പാടി എന്തായിരുന്നത്, ആ ലൈൻ എന്തായിരുന്നത്, അതിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, ഒന്നും കൂടി ഒന്ന് മോള് പാടി ഒന്ന് കേക്കട്ടെ. അറിയാത്ത പാട്ടുകാരാ നിന്റെ ഇതൊക്കെ പാടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല മോള്. ഇത് ഈ ഫീല് മോളുടെ പാട്ടിൽ എപ്പോഴും ഹൈലൈറ്റിൽ നിൽക്കുന്നതാണ് മോള് കൊണ്ടുവരുന്ന ഫീല്. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതൊന്നും ഈ പ്രായത്തിൽ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നതല്ല. അതൊരു ഗോഡ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു എക്സ്പ്രഷനാണ്. മോൾ ഇത് ഇവിടെ പാടിയപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അത്രയും എക്സ്പ്രഷൻ മോളുടെ പാട്ടിൽ കിട്ടി. പിന്നെ ഓഫ് കോഴ്സ് മോളുടെ പ്രായം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഫുൾ ഇതിൻ്റെ എക്സ്ട്രീം ഡിഫിക്കൽട്ടി ഉള്ള പോർഷൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത്രയെങ്കിലും മോള് തന്നില്ലേ, അതിൽ തന്നെ വി ആർ വെരി ഹാപ്പി. മോള് കുറച്ചും കൂടി ഇതിൽ വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് മോള് ചെയ്തതല്ല മുഖം. പിന്നെ ഏറ്റവും വലിയ അപ്രിസിയേഷൻ ഞാൻ തരുന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ചെറിയ ചെറിയ കാര്യത്തിൻ്റെ മുകളിൽ മൂഡ് ഓഫായി കരഞ്ഞൊക്കെ പോയപ്പം ഞാൻ വിചാരിച്ച് ഇത് ഇവിടെ നിന്ന് ഇനി പോക്കാം. പക്ഷെ പിന്നെ ഉള്ള വരവ് എന്ന് പറയുന്ന ഒരു 1.5 വരവും കൊണ്ട് വന്ന് സൂപ്പറായിട്ട് പാടിയില്ലേ. ഫാന്റാസ്റ്റിക്. ദേവനക്കുട്ടി മിടുക്കിയാണ് കേട്ടോ, മിടുക്കി. എന്താ അങ്ങനെ പറയാൻ കാരണം? നന്നായിട്ട് പാടിയത് മാത്രമല്ല, ഈ ഒരു പാട്ട് ഇവിടെ ഇത്രയും കുഞ്ഞല്ലേ ഇവിടെ വന്ന് പാടിയില്ലേ, അതിനാണ് വലിയ കയ്യടി. പല ഭാഗങ്ങളും മോള് പാടിയത് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കില്ല നമ്മളൊക്കെ അങ്ങനെ മോളങ്ങനെ പാടുന്നത്. ഇത്രയും കുഞ്ഞു കുട്ടികൾ അത്രയും ഇങ്ങനത്തെ സംഗതികളൊക്കെ പാടാൻ ബുദ്ധിമുട്ടാണ്. മോളതൊക്കെ ഇവിടെ നിന്ന് ശ്രമിച്ചു, മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അണയുന്നു ഓടി അണയുന്നു അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ ലാസ്റ്റ് ലൈൻസ് അതെങ്ങനെയാണ് വരുന്നത്? പായുന്ന വാഹിനി പോലെ, പായുന്ന വാഹിനി പോലെ അണയുന്നു അവിടെ എന്നാലും മാക്സിമം ഇത്രയും മതി, ഇത്രയും മതി മോളെ. മോൾക്കത് മതി, ഇപ്പൊ ഇത് മതി അല്ലേ, ഇപ്പൊ ഇത് മതി, ഇത്രയും മതി. അത് രണ്ടും ചരണത്തിലെയും അതുപോലെ തന്നെ. പിന്നെ ആ കണ്ടു കൊതിച്ചവളാണെന്നൊക്കെ പറയുമ്പോൾ കൊടുക്കുന്ന ഭാവം അതെങ്ങനെയായിരുന്നു? കണ്ടു കൊതിച്ചവളാണ്. വെരി ഗുഡ്, താങ്ക് യു സർ. എല്ലാം ഉണ്ട് കയ്യിൽ. അതെ, കയ്യിലെല്ലാം ഉണ്ട്.
ഒന്ന് ശരിയാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാ. ഇപ്പൊ സ്ക്രാച്ച് ഒന്നുമില്ല. ഓക്കെ മോളെ, അപ്പൊ എന്തായാലും നല്ല കുട്ടി, നല്ല മിടുക്കി കുട്ടിയാണ്, നന്നായിട്ട് നല്ല ഒരു ഗായികയാണ് നമ്മുടെ ദേവനക്കുട്ടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദേവനക്കുട്ടി ഓ ഒരു കൊച്ചു പൂമ്പാറ്റേനെ പോലെ വന്ന് ഇവിടെ ഭയങ്കരമായിട്ട് ഒരു സംഭവം ആണല്ലോ ഇവിടെ സ്റ്റേജിൽ ഉണ്ടാക്കിയത്. അതിമനോഹരമായിട്ടാ കുട്ടി പാടിയത്. ഇപ്പം എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് കുറേ കാര്യങ്ങളൊക്കെ ദേവനക്കുട്ടി പാടുമ്പം എന്ത് ക്യൂട്ടായിരുന്നെന്നറിയോ. ഞങ്ങളുടെയൊക്കെ ഹാർട്ടൊക്കെ ഇവിടെ അലിഞ്ഞു പോയി, ഞങ്ങളെല്ലാവരും ഇവിടെ അലിഞ്ഞു പോയി. ശരി, സത്യം പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ക്യൂട്ടായിരുന്നു. ആൻഡ് ക്യൂട്ട് മാത്രമല്ല, ഈ ടെക്നിക്കലി ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ മോൾ അറിഞ്ഞോ അറിയാതെയോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയിരിക്കുന്നത്. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു മാം. ആൻഡ് അത് കേൾക്കാൻ, മോളുടെ വോയിസിൽ കേൾക്കാൻ ഒത്തിരി രസമുണ്ടായിരുന്നു. ഈ കൊച്ചുകുട്ടിയുടെ ക്യൂട്ട് വോയിസിൽ ഇങ്ങനത്തെ കോംപ്ലെക്സ് സംഗതികളൊക്കെ ഒന്ന് കേൾക്കാൻ എന്ത് രസമായിരുന്നെന്നറിയോ. സോ അമേസിങ് ജോബ്. ഇങ്ങനെ പാടുകയെന്നുണ്ടെങ്കിൽ പല്ല് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പല്ല് ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. എന്തൊരു പല്ല്, എന്തിനു പല്ല്, ഇങ്ങനെ പാടാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിട്ട് പാടി മോളു. ആൻഡ് ചക്രക്കുട്ടി ഇന്നും ഇതുപോലെ സൂപ്പറായിട്ട് ഇന്നും കുറേ നല്ല നല്ല പാട്ടുകളൊക്കെ പാടട്ടെ. ഇതുപോലെ സ്റ്റേജിൽ വന്ന് അടിച്ച് പൊളിച്ച് പാടി എല്ലാരും കയ്യിലാക്കി കുപ്പിയിലാക്കി കൊണ്ടുവെക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഒരു കാര്യം ചോദിക്കട്ടെ, ആ, മീനുട്ടിക്ക് അറിയാമെങ്കിൽ പറയരുത്, ഒരിക്കലും. ശക്തിക്ക് പറയാം, നമ്മുടെ CKDക്ക് പറയാം. ഓക്കെ. ഊമയായിട്ടൊരാൾ ഒരു കണ്ണടക്കടയിൽ പോയിട്ട് ആംഗ്യം കാണിച്ചിട്ട് ഒരു കണ്ണട വാങ്ങിച്ചു. എന്നാൽ അന്ധനായ ഒരാൾ കണ്ണടക്കടയിൽ പോയി എങ്ങനെ വാങ്ങും? എനിക്കറിയാം. ചോദ്യം ഇനി റിപ്പീറ്റ് ചെയ്യില്ല. എനിക്കറിയാം. എല്ലാവർക്കും അറിയാം. എന്നാ നീ പോങ്ങള് പറ. ചോദിച്ചു വാങ്ങും, ചോദിച്ചു വാങ്ങും. ഓക്കെ, റൈറ്റ് കറക്റ്റ്. അങ്ങനല്ല, വാ തുറന്ന് വാങ്ങിക്കും, പറഞ്ഞു. വാ തുറന്ന് പറയും. അടിപൊളി. പക്ഷെ ചേച്ചി ജയിച്ചു. ശരി, അപ്പം CKDക്ക് തരുന്ന മാർക്ക് 9.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ദേവനക്കുട്ടി, ഓ ഞാൻ എത്രയായിരിക്കും തരുന്നത്? 9.5. റൈറ്റ്, 9.5. എന്നാ പറ, മധുവങ്ങൾ എത്ര തരും? 9.5. യെസ്, 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. So total 28.25 out of 30. താങ്ക് യു സർ. അപ്പൊ ദേവനക്കുട്ടിക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നത് A Extreme. താങ്ക് യു സർ. എന്താ വേണ്ടേ ചോദിച്ചോളൂ. ദീപു അങ്കിൾ പോക്കറ്റ്. ഓ, ദീപു അത്രയ്ക്ക് സ്നേഹമോ? എന്തായാലും കൊടുത്തേക്കാം, കുഞ്ഞു ചോദിച്ചല്ലേ. ആടി ഒരു ദീപു അങ്കിൾ പോക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded A Extreme. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടുകളൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാവരും വേഗം തന്നെ വോട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. കിവി ഐസ്ക്രീം മലയാളിയുടെ രുചി വൈവിധ്യത്തിന് കഴിഞ്ഞ 10 വർഷമായി പുതിയ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തിയ മലയാളി ബ്രാൻഡാണ് കിവി ഐസ്ക്രീം. ജാക്ക് ഫ്രൂട്ട്, അറേബ്യൻ ഡിലൈറ്റ്, ടെൻഡർ കോക്കനട്ട് തുടങ്ങി 20-ലധികം രുചികൾ കിവി ഐസ്ക്രീമിലുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് കിവി ഐസ്ക്രീം ലഭ്യമാണ്. രുചിച്ചറിയാം നാവിലലിയുന്ന കിവിയുടെ മാജിക്. അനുഗ്രഹവേദിയിൽ രാഗവിരുന്നൊരുക്കാൻ കണ്ണൂരിന്റെ സ്വന്തം വൈകക്കുട്ടി എത്തുന്നു. വെൽക്കം വൈക നികേഷ്. സുശീലാമ്മ പാടിയൊരു പഴയ പാട്ടാണ് മനോരഥമെന്നൊരു രഥമുണ്ടോ. ഈ പാട്ടാണ് ഞാൻ ഇന്ന് പെർഫോമൻസ് റൗണ്ട് പാടുന്നത്. ഒത്തിരി നല്ല പാട്ടുകൾ നൽകിയ നമ്മളെ ഗുരുതുല്യരായ വയലാർ സാറിൻ്റെയും ദേവരാജ മാസ്റ്ററിൻ്റെയാണ് ഈ ഗാനം. ആ മഹാപ്രതിഭകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പാട്ട് പാടാൻ പോകുന്നത് ശകുന്തളയായിട്ട് ഒരുങ്ങിയിട്ടാണ്. അപ്പം ഞാൻ പോയി ശകുന്തളയായിട്ട് വരാം. ശകുന്തളയോ? ഞാൻ വൈകക്കുട്ടീനെ വിളിച്ചത്, പക്ഷേ കൊള്ളാലോ, നല്ല ശകുന്തളയാണല്ലോ. പെൻസിൽ പോലത്തെ ശകുന്തള.
ഞാനൊരു പ്രത്യേക മോഡേൺ ശകുന്തളയാണ്. അപ്പൊ ഇതെങ്ങനെയാ മോഡേൺ ആവുന്നത്? ഇത് പഴയ പാട്ടാണ്, പക്ഷെ റീമിക്സ്. ഞാൻ ശകുന്തളയായിട്ടുള്ള ഞാൻ ആ. കുറച്ച് മോഡേൺ. അതാണ് അങ്ങനെ അങ്ങനെ. ഓ ഇന്ന് എല്ലാരും ഭയങ്കര മോഡേൺ ആണല്ലോ. അതെ, അതെ. ശകുന്തളേ ശകുന്തളേ. അതേതെങ്കിലൊക്കെയാണോ? അല്ല, അതൊന്നുമല്ല. മൂവി ശകുന്തള. ആ എഴുതിയത് വയലാർ സാറ്, ആ മ്യൂസിക് ദേവരാജ മാസ്റ്റർ, ആഹാ പാടിയിരിക്കുന്നത് പി സുശീലാമ്മ. ആഹാ. പാട്ടിന്റെ പേര് മനോരഥം എന്നൊരു രഥമുണ്ട്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോ ശകുന്തളേ നിന്നെയോർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ആ, പോട്ടെ, അങ്ങനെ ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ തുടങ്ങുന്നു. പോട്ടെ, പോട്ടെ. മൂഡ് മുഴുവൻ പോയി, സങ്കടായി. പോട്ടെ, അയ്യോ. ഓൾ ദി ബെസ്റ്റ് മോഡേൺ ശകുന്തളെ. താങ്ക് യു മാം. മനോരഥമെന്നൊരു രഥമുണ്ടോ അറിഞ്ഞൂടാ. മന്മഥനെന്നൊരു ദേവനുണ്ടോ അറിഞ്ഞൂടാ. മനോരഥമെന്നൊരു രഥമുണ്ടോ മന്മഥനെന്നൊരു ദേവനുണ്ടോ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ. മോഹങ്ങൾ തളിക്കുന്ന രാവിൽ അവൻ ദാഹം പൂണ്ടരികിൽ വന്നു പുൽകാറുണ്ടോ. മോഹങ്ങൾ തളിക്കുന്ന രാവിൽ അവൻ ദാഹം പൂണ്ടരികിൽ വന്നു പുൽകാറുണ്ടോ. തങ്കക്കൈ നഖങ്ങളാൽ മാറിൽ അവൻ ശൃംഗാര കവിതകൾ കുറിക്കാറുണ്ടോ. അവൻ ശൃംഗാര കവിതകൾ കുറിക്കാറുണ്ടോ. ഞങ്ങൾക്കറിഞ്ഞൂടാ തോളി അറിഞ്ഞൂടാ. മനോരഥമെന്നൊരു രഥമുണ്ടോ അറിഞ്ഞൂടാ. മന്മഥനെന്നൊരു ദേവനുണ്ടോ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ. സ്വപ്നങ്ങൾ തെളിക്കുന്ന തേരിൽ അവൻ സ്വർഗത്തുന്നിരവിൽ വന്നിറങ്ങാറുണ്ടോ. സ്വപ്നങ്ങൾ തെളിക്കുന്ന തേരിൽ അവൻ സ്വർഗത്തുന്നിരവിൽ വന്നിറങ്ങാറുണ്ടോ. കമലപ്പൂ കൺമുനകൾ കാട്ടി അവൻ കന്യകമാരെ വന്നു മയക്കാറുണ്ടോ. അവൻ കന്യകമാരെ വന്നു മയക്കാറുണ്ടോ. ഞങ്ങൾക്കറിഞ്ഞൂടാ തോഴി അറിഞ്ഞൂടാ. മനോരഥമെന്നൊരു രഥമുണ്ടോ അറിഞ്ഞൂടാ. മന്മഥനെന്നൊരു ദേവനുണ്ടോ അറിഞ്ഞൂടാ. മനോരഥമെന്നൊരു രഥമുണ്ടോ മന്മഥനെന്നൊരു ദേവനുണ്ടോ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ. ആഹാ. കൊള്ളാം, കൊള്ളാം. നന്നായി.
നിങ്ങളുടെ കോറസ് വന്നായിരുന്നു. കാരണം വേറൊന്നുമില്ല, ഈ അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഞാൻ എന്നെ പേടിപ്പിച്ച എന്തിനാ? എന്തോ പാടിയെന്ന് പാടി അറിഞ്ഞൂടാ. അത് പിച്ച് കുറച്ചപ്പോ അങ്ങനെ ആയിപ്പോയതാ. ഞാനിങ്ങനെ വളരെ സൂചിച്ച് ഇങ്ങനെ കേട്ടോണ്ട് അറിഞ്ഞൂടാ ഞാൻ ഒരു രസത്തിന് പറഞ്ഞതാ. മീനാക്ഷി, എന്തോ ആദ്യമേ തന്നെ ഞാൻ 12K വിസ്താരയ്ക്ക് ഒരു വലിയ കൈ. പിന്നെ നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു കൈ. അതുപോലെ തന്നെ കോസ്റ്റ്യൂമും നമ്മുടെ മേക്കപ്പ്. ഇനി വൈകിയിലോട്ട് വരാം. നല്ല സെലക്ഷൻ പണം, നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ മോഡ റേഞ്ചിന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവരെ അറിഞ്ഞൂടാ അങ്ങ് താന്നു പോയത്. അവരെ കുഴപ്പിച്ചോളാം. എന്തായാലും നന്നായിരുന്നു. പക്ഷെ ഒരു കാര്യം ഇന്ന് മോള് ചെയ്തു. ഞാൻ കഴിഞ്ഞ പാട്ടിന് എന്താണ് പറഞ്ഞത്? ഉഗ്രൻ അക്ഷരസ്ഫുടത ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ഇത്തവണ മനോരഥമെന്നൊരു രഥമുണ്ടോ, അത് കഴിഞ്ഞ് മന്മഥ, അവിടെ ധാ വന്നു. ഇവിടെ എന്ത് പറ്റി രഥമായി പോയത്? മനോരഥമെന്നൊരു രഥമുണ്ടോ അറിഞ്ഞൂടാ, മന്മഥനെന്നൊരു ദേവനുണ്ടോ. നന്നായിരുന്നു. പിന്നെ എൻ്റെ ഒരു സംശയം, ചരണം അനുപല്ലുവായിട്ടും അനുപല്ലു ചരണമായിട്ടും പാടിയോ? ആണെന്ന് പറ. ഐ ലവ് യു. ഞാനിങ്ങനെ നോക്കിയപ്പോ ഇത് അക്ഷരങ്ങളൊന്നും പിടികിട്ടുന്നില്ല. അപ്പം ആദ്യം ചരണം എടുത്തിട്ട് അനുപല്ലുവായിട്ട് അങ്ങ് തട്ടി വിടുകയാണ്. അപ്പം ഞാൻ വെച്ചത് എന്താ ഇങ്ങനെ, ഇനി അങ്ങനെ ആണോ എന്നൊക്കെ സംശയം തോന്നി. അപ്പം എന്തായാലും കുഴപ്പമില്ല മോളെ, രണ്ടുപേരെയും 2 സെറ്റും പാടിയല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മോടെ ചരണം, അതായത് ശരിക്കുള്ള അനുപല്ലു. സ്വപ്നങ്ങൾ തെളിക്കുന്ന തേരിൽ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ മയക്കാറുണ്ടോ എന്നുള്ളൊരു പോർഷനുണ്ട് ഇല്ലേ? അതൊന്ന് പാടാം. സ്വപ്നങ്ങൾ തെളിക്കുന്ന തേരിൽ അവൻ സ്വർഗത്തു നിരവിൽ വന്നിറങ്ങാറുണ്ടോ, കമലപ്പൂം കരുണകൾ കാട്ടി അവൻ കന്യകമാരി വന്നു മയക്കാറുണ്ടോ, അവൻ ഈ പോർഷൻ നന്നായിരുന്നു. പക്ഷേ ശരിക്കും ഇപ്പം എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് പറയുന്നത്, അതായത് മോഹങ്ങൾ തളിർക്കുന്ന രാവിലെ അവിടെ ഈ പോർഷൻ കുറച്ചൊന്ന് സ്ലിപ്പായി. പക്ഷെ ടോട്ടലി നോക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു കാണാനും. നമ്മുടെ ആ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിലുള്ള പാട്ട് കേൾക്കാൻ. ഇപ്പം കുറേ കയറി നിൽക്കുകയാണ്, വന്നതിൽ നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നമ്മൾ അങ്ങനെ നല്ല സൂചിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ഒന്ന് പിടിക്കണം. എങ്ങനെ? നമ്മുടെ ശ്രുതി കുറച്ച് മേലെ 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 കയറും, ടോപ്പ് പിച്ച് പിടിക്കുക. എങ്ങനെ സുഷ ശ്രുതി എന്ന് കൊടുത്തേ? നമുക്ക് അങ്ങനെ വിടരുതല്ലോ. എന്താണ് ശകുന്തല നമ്മൾ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നത്. സ്വപ്നങ്ങൾ തെളിക്കുന്ന തേരിൽ അവൻ സ്വർഗത്തു നിരവിൽ വന്നിറങ്ങാറുണ്ടോ, കമലപ്പൂം കൺമുനകൾ കാട്ടി അവൻ ശൃംഗാര കവിതകൾ കുറിക്കാറുണ്ടോ, അവൻ ശൃംഗാര. ബ്യൂട്ടിഫുൾ. എന്ത് രസാപ്പ കേൾക്കാൻ. അതെന്താ മോളെ ഈ താഴോട്ട് അങ്ങനെ പതുങ്ങിയിരിക്കുന്നേ? നമുക്ക് പൊട്ടിത്തെറിക്കണം. ഇനിയിപ്പോ വരുന്നത് ഒറിജിനൽ പിച്ചിൽ പാടിയാൽ മതി. ഫാൾസെറ്റോ വരുന്നുണ്ട്, എന്തായാലും കേൾക്കാൻ സുഖമുണ്ട് കേട്ടോ. എനിക്ക് വയ്യ, എന്താ ലെവൽ, എന്താ വൈക വന്നിട്ട് എന്താ ലെവൽ. സൂപ്പർ മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വരുമ്പോഴത്തേക്ക് പിച്ചിങ് കറക്റ്റായിട്ട് വരിക കേട്ടോ. പിച്ചിങ് എന്ന് പറഞ്ഞ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ശ്രുതി കൃത്യമായിട്ട് നോക്കി വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് പെർഫോമൻസ് ആയിരുന്നു മോളുടെ. ഫസ്റ്റ് ഇത് സീൻ ഓപ്പൺ ചെയ്ത് മോള് പെർഫോം ചെയ്ത് തുടങ്ങിയപ്പം വൈഗ ശരിക്കും പറഞ്ഞാൽ അതിലെ ഒരു ക്യാരക്ടറായി മാറി എന്ന് മാത്രമല്ല, ഈ 12K വിസ്താര നമ്മളെ ശരിക്കും ഒരു കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി. പിന്നെ ആശ്രമത്തിൻ്റെ അകത്തുനിന്ന് മോൾ ഇറങ്ങി വരിക, കുറേ തോഴിമാർ കൂടെ, ഇതെല്ലാം വന്ന് മോൾ അതിൻ്റെ കൂടെ വന്ന് വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് അതിനൊക്കെ വലിയൊരു കയ്യടിയാണ് വൈഗ മോൾക്ക്. അത്രയൊക്കെ ചെയ്ത് പാട്ട് പാടി തുടങ്ങിയപ്പം അതേ ഗ്രേസിൽ തന്നെ മോള് പാട്ടും പാടി വന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ചെറിയ സ്ലിപ്സ്, അതൊന്നും ഞാൻ ഒരു എററായിട്ട് അല്ലെങ്കിൽ അത് കാരണം വീണ് പോയി എന്നൊന്നും പറയില്ല. കാരണം അത് ആ ചെറിയ സ്ലിപ്സ് ഇത്രയും നാള് പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത അതിനേക്കാളും വലിയ സ്ലിപ്സ് ഉണ്ടായ വൈകിയാണ്. ഇപ്പൊ വിത്ത് പെർഫോമൻസ് ആ ചെറിയ സ്ലിപ്സ് അല്ലേ വന്നുള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോണ്ട് വറി, മോള് പോകുന്ന പോക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇപ്പം നമ്മൾ MG അങ്കിള് C# സംഭവം D# പാടിച്ചു. മോൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം, മോൾക്കും വന്നേക്കാം, കാണുന്ന ഓഡിയൻസിനും വന്നേക്കാം.
ഇപ്പം ആദ്യം ഫോൾസിൽ പാടരുത് എന്ന് പറഞ്ഞാൽ ഇവര് തന്നെ ഇപ്പൊ പറയുന്നു കയറി പോട്ടെ ഫോൾസ് എടുത്തോ എന്നൊക്കെ. അതല്ല, ഷിഫ്റ്റ് ചെയ്യുന്ന അറിയാം. അതെ, എക്സാക്ട്ലി, അതാണ് ദാറ്റ് ഇസ് മൈ പോയിന്റ്. അപ്പം ഞങ്ങൾ ഇപ്പൊ ഈ കേറ്റാൻ പറയുന്നത് തിരിച്ചു മോള് ഫുള്ള് ഫോൾസ് പാടാനല്ല, മോളുടെ പല്ലവി ഫുൾ ട്രൂ വോയിസിലാണ്. അപ്പൊ അതിൽ ചില സ്ഥലങ്ങളിൽ ഒരു ഷിഫ്റ്റ് കൊടുത്ത് ഫോൾസ് ഒന്ന് ടച്ച് ചെയ്ത് വേണ്ടുന്ന നോട്ട്സ് മാത്രം ടച്ച് ചെയ്ത്, പ്രൊവൈഡഡ് ആ സോങ്ങിന് അത് സപ്പോർട്ടീവ് ആണെങ്കിൽ കേട്ടോ. അപ്പം ഇങ്ങനത്തെ പാട്ടുകളാണെങ്കിൽ ധൈര്യമായിട്ട് ഒരു കുറച്ചും കൂടി കേട്ടിക്കോ, ഒരു 2 നോട്ട് വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കോ, 2 3 ഒക്കെ ഓക്കെ. ഇപ്പൊ മോള് ചെയ്തതെല്ലാം അങ്കിളിന് വളരെ വളരെ ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടിയത്. മാത്രമല്ല നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് വൈകമോളെ കുറിച്ച് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നന്നായിരുന്നു മോളെ പാടിയത് താങ്ക് യു കേട്ടോ. മോള് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് വോയിസിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പിച്ച് എത്ര കൂട്ടിയിട്ടും ഈസി ആയിട്ട് പാടുന്നുണ്ട്. ഹൈ പിച്ച് മോള് പഠിച്ചു, അത് സ്വിച്ച് ചെയ്യാൻ പഠിച്ചു, ഹെഡ് വോയിസ് യൂസ് ചെയ്യാൻ പഠിച്ചു. എനിക്കും പല ഭാഗങ്ങളും മോള് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. വരി മറന്നു പോയിട്ടാണോ ഈ അനുപല്ലവിക്ക് പകരം ചരണം പാടിയത്? അല്ല, പിന്നെ ചരണം കുറച്ചും കൂടി ക്ലിയർ ആക്കാനുണ്ടായിരുന്നു. അപ്പൊ ചരണം പാടി അനുപല്ലവിക്ക് പകരം ചരണം വന്നു. ഓഹോ, അത് ശരി. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തല്ലോ, അതിനും വലിയൊരു കൈ. താങ്ക് യു സർ. അപ്പോൾ എന്തായാലും നന്നായി വരൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്, അടിപൊളിയായിരുന്നു. ആൻഡ് മോഡേൺ ശകുന്തള ഇങ്ങനെ ഇത്രയും എന്തൊരു ഗ്രേസ്ഫുൾ ആയിട്ടാ കുറെ ആ സ്റ്റെപ്സും ആദ്യം തൊട്ട് ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. ഭയങ്കര ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. ഒരു നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ അത് ഒത്തിരി നേരം അതിൻ്റെ അകത്തുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സീനായിരുന്നു മൊത്തമായിട്ട് കാണാൻ. സോ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ആൻഡ് പെർഫോമൻസ് റൗണ്ട് വൈകമോൾ കലക്കി. ആൻഡ് ഒത്തിരി പാട്ടിലെ സംഗതികളും എക്സ്പ്രഷൻസും ഒക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് മോളുടെ വോയിസിൽ പാടുമ്പോഴും. ആൻഡ് ആക്ച്വലി ഇപ്പോൾ ശ്രുതി കൂട്ടി പാടാൻ പറഞ്ഞപ്പോഴും ഭയങ്കര ഈസി ആയിട്ടാണ് വൈകമോൾ പാടുന്നത്. വൈകമോൾ കൊണ്ട് ഇതൊക്കെ പറ്റും. സോ അങ്ങനെ എന്തെങ്കിലും ഹെസിറ്റേഷൻ ഉണ്ടോ? ഹൈ പിച്ച് ഇച്ചിരി ട്രൈ ചെയ്യാൻ ഇച്ചിരി മടിയോ ഇച്ചിരി പേടിയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് പാട്ട് കിട്ടിയിട്ട് പാട്ട് ആദ്യമൊക്കെ ഗ്രൂവിങ് ഒക്കെ ചെയ്യാൻ ചെറിയൊരു ടെൻഷൻ വരെ ഉണ്ടാവും. അത് പാടാൻ പറ്റുമോ ഇല്ലയോ എന്നാ സംശയിക്കണ്ട, മോളെ കൊണ്ട് പാടാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. ആൻഡ് ഇറ്റ് സൗണ്ട്സ് സോ ബ്യൂട്ടിഫുൾ. ഈ ഫാൾസ് വോയിസ് സ്വിച്ച് ചെയ്യുമ്പോഴും ഭയങ്കര സീംലെസ് ആയിട്ടാ വൈകമോള് സ്വിച്ച് ചെയ്യുന്നത്. അതിൽ എക്സ്പെർട്ടായി. അത് ആക്ച്വലി അതൊരു ട്രിക്കാണ്, ഇങ്ങനെ നമ്മുടെ ഫുൾ വോയിസിൽ നിന്ന് ഫാൾസ് വോയിസിലോട്ട് സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ ചെയ്ത് വരിക എന്ന് വെച്ചാല് അതൊക്കെ സൂപ്പർ ആയിട്ടാ വൈകമോള് ചെയ്തത്. സാധാരണ സിംഗേഴ്സിന് ട്രൂ വോയിസ് ഫാൾസ് വോയിസിലേക്ക് സ്വിച്ച് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇവളിവിടെ വരുന്ന സമയത്ത് ഫുൾ ഫാൾസ് വോയിസ് എക്സ്പേർട്ട് ആയിരുന്നു. അതിൽ നിന്നും ട്രൂ വോയിസിലേക്ക് സ്വിച്ച് ചെയ്യാനാണ് ഇവള് പഠിച്ചത്. നമ്മൾ അങ്ങനെ പഠിപ്പിച്ചെടുത്തു. ഇനി അത് മാറ്റി വെച്ച് ട്രൂ വോയിസിൽ പാടുന്നു. ഇപ്പൊ ട്രൂവിൽ നിന്നും ഫാൾസിലേക്ക് സ്വിച്ച് ചെയ്യാൻ പഠിച്ചു. അതെ, അടിപൊളി. സോ ഇവിടെ ടോപ്പ് സിംഗർ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ പഠിച്ചല്ലേ? അടിപൊളി. സോ ദാറ്റ്സ് ഓസം. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാം. വൈകക്കുട്ടി മോക്ക് തരുന്ന മാർക്ക് 9 out of 10. താങ്ക് യു സർ. പിടിച്ചോ, 9 out of 10. താങ്ക് യു സർ. എന്നാ പിടിച്ചോളൂ ഒന്നുകൂടി. 9. താങ്ക് യു സർ. So 27 out of 30. താങ്ക് യു സർ. And that means മോൾക്ക് ഇന്ന് കിട്ടുന്നത് A triple wow. താങ്ക് യു സർ. അടിലോനപ്പാ ഒരു ശകുന്തള പൂക്കുട്ടി. Congratulations, you are awarded A triple wow. Wow. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടുകളൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാവരും വേഗം തന്നെ വോട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൾ ദ ബെസ്റ്റ്. മനോരഥമെന്നൊരു രഥമുണ്ടോ അറിഞ്ഞൂടാ, മന്മഥനെന്നൊരു ദേവനുണ്ടോ അറിഞ്ഞൂടാ, മനോരഥമെന്നൊരു രഥമുണ്ടോ മന്മഥനെന്നൊരു ദേവനുണ്ടോ. സ്നേഹസംഗീത സംഗമത്തിലെ ചിരിക്കുട്ടി നമ്മുടെ കൃഷ്ണു. വെൽക്കം കൃഷ്ണശ്രീ ഓൺ സ്റ്റേജ്. കൃഷ്ണു,
അയ്യോ കൊള്ളാലോ, മോഡേൺ, അടുത്ത മോഡേൺ. പാടിതൻ പാട്ടിൻ കല്ലോലിനി. അതാണ് ഇൻട്രസ്റ്റ്. പക്ഷെ അവിടെ ഒരാൾ അന്തം വിട്ട് അതേപടി ഇരിക്കുന്നുണ്ടോ? ശ്ശോ, ഇത് എന്തൊരു മാറ്റാണ് കൃഷ്ണശ്രീ. ഇതും നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. താങ്ക് യു സർ. വെരി നൈസ്. ഓരോ രൂപത്തിലും ഭാവത്തിലും വന്ന് ഞങ്ങളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. അതെ. ഇത് ഏതാ മൂവി എന്നറിയോ? ഡെയ്സി. ആ, ഡെയ്സി. ഈ ഡെയ്സിയിലെ പാട്ടുകളൊക്കെ ഇല്ലേ അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് ഈ എല്ലാ ലൈവിന്റെ ഇടയിൽ ഇലക്ട്രോണിക് മ്യൂസിക് ഇല്ലേ, അത് വളരെ ചുരുക്കമായിരുന്നു മലയാളം പാട്ടുകൾ. അതിൽ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് നോട്ടഡ് ആയിരുന്നു അന്നത്തെ ഇത് കാലത്ത്. മാത്രമല്ല, മറ്റേ ഓർമ്മതൻ വാസന്ത നന്ദനത്തൊപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഡെയ്സി ആ, ഡെയ്സി. ഡെയ്സി ഡെയ്സി ലാ 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 ലാ. അതെല്ലാം ഇതിലെ പാട്ടാ. അന്നത്തെ കാലത്ത് വളരെ മോഡേൺ ആയിട്ട് തോന്നിച്ചു. ഇപ്പൊ ഇത് ഈ ഇട്ട ഡ്രസ് പോലെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആരാ മ്യൂസിക് ഡയറക്ടർ നമ്മൾ പറഞ്ഞില്ല, മോഡേൺ ആണെന്ന് പറഞ്ഞു. ആ, എഴുതിയതോ? ഭാസ്കരൻ മാസ്റ്റർ. പാടിയതോ? ചിത്രാമ്മ. റൈറ്റ്. ഓൾ ദി ബെസ്റ്റ് കൃഷ്ണശ്രീ. താങ്ക് യു മാം. പാടി
വെരി ഗുഡ് വെരി ഗുഡ്. വാവ്, താങ്ക് യു. നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. നല്ല എന്താണ് ഡ്രസ്സും പാട്ടും പിന്നെ ഓർക്കസ്ട്ര. എന്താണിത്? ടോപ്പ് ബാൻഡിന് കൈയെടുക്കാൻ നേരമില്ലല്ലേ? മൊത്തം എക്സോസ്റ്റഡ് ആയി പോകുന്ന രീതിയിൽ. അതായത് ഒരു സ്ഥലത്ത് ഒരു ഗ്യാപ്പില്ല. അവര് തോപ്പോ അല്ല അതിന്റെ മേളിൽ കയറി വായിച്ചു. ആസലായിട്ട് വായിച്ചു. അതുപോലെ തന്നെ കോർസ് നന്നായിരുന്നു. മോളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. മോള് നന്നായിട്ട് പാടി. ഒരു 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പ്രശ്നം വന്നത്. അത് പറയണോ? ശരി, ഓക്കെ. പ്രേമോത്സവം ഇല്ലേ? അനുപല്ലവില്ലേ? ഏതോ പ്രേമോത്സവം. ഏതോ പ്രേമോത്സവം. അത് ഇപ്പൊ ഓക്കെ. അവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ആട്ടം വന്നു. പിന്നെ മോളെ ഭൂമിയിൽ എഴുതിയതാ നേരത്തെ പാടി വന്നപ്പോ ഒന്ന് തെന്നിയായിരുന്നു അവിടെ. പിന്നെ ചരണത്തില് പാടുവാൻ എന്ന് പറയുന്ന ലൈനുണ്ട്. എഴുതും. എനിക്ക് ആ സ്ഥലങ്ങളാണ് എനിക്ക് ചെറിയൊരു തോന്നിയത്. അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നിയില്ല. ഇതാരാ സെലക്ട് ചെയ്തത്? ഇത് ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബിൽ നോക്കി. ആരാ അഭിനയിച്ചിരിക്കുന്നത് അതിനകത്ത്? അതറിയില്ല. യൂട്യൂബിൽ നോക്കുമ്പോ എന്തായാലും കാണുമല്ലോ. വീഡിയോ കണ്ടില്ലേ? വീഡിയോ കണ്ടിട്ടില്ല. ഓ, പാട്ട് മാത്രം കണ്ടല്ലേ? അപ്പൊ യൂട്യൂബിൽ കയറി പാട്ട് കേട്ട് പഠിച്ച് പാടിയതാണ്. നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. വളരെ നന്നായി. താങ്ക് യു സർ. എനിക്കൊരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മോള് പാടിക്കൊണ്ടിരുന്നപ്പോ മീനൂട്ടി ഇവിടെ നിന്നിട്ട് ഭയങ്കര ആക്ഷൻസ് ആയിരുന്നു. ആരും കണ്ടില്ല. എവിടെ ഇരിക്കായിരുന്നു? ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ സിന്ധു ചേച്ചിയുടെ അടുത്തായിരുന്നു. അപ്പറ അത് കുറച്ച് നേരത്തെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കായിരുന്നു. ഇപ്പൊ തീരാറായപ്പോ ഞാൻ വന്ന് ഇവിടെ ഇരുന്നു. ആ തീരാറായപ്പോ വന്നപ്പോ എന്തോ എക്സ്പ്രഷൻ കാണിച്ചു. ഞാനൊന്നും കാണിച്ചില്ല. ഇങ്ങനെ കാണിച്ചോണ്ട് വന്നു. ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നോ? ഞാൻ അവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കണ്ടില്ലേ? കണ്ടോ ദീപങ്ങളെ? അതായത് മീനോട്ട് കയറി വന്നത് ഇങ്ങനെ അങ്ങനെയാണോ ഞാൻ വന്നത്? ഏതാണ്ട് അതുപോലൊക്കെ തോന്നി. ആണോ ദീപങ്ങളെ? ഇങ്ങോട്ട് ഞാൻ അങ്ങനെ ഒരു കുട്ടി അങ്ങനെ എപ്പോഴും എന്താണ് ഇങ്ങനത്തെ ആക്ഷൻ കാണിച്ച പാവമാണ് കൃഷ്ണു. ആണോ? ആ, കൃഷ്ണന് തോന്നുന്നു എന്ത് പറ്റി ഈ എങ്ങനെ ഞാൻ കാണിച്ചു ഇങ്ങനെ. അതെന്താ അവക്കത് മനസ്സിലായി. ഞാൻ വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഓ, അങ്ങനെയാണ്. എനിക്ക് ഇങ്ങനെ കാണിച്ചത് ഇല്ല, അത് ഫ്രണ്ടിന്ന് കാണുമ്പോഴേ അവക്ക് അങ്ങനെയാ. വളരെ എനിക്ക് സൈഡ് പോസ് കണ്ട സൈഡിന്ന് അങ്ങനെ കാണിച്ചു. സൈഡിൽ തിരിഞ്ഞെന്ന് കാണിച്ചു. സൈഡിന്ന് കാണിക്കുമ്പോ കണ്ടോ? പക്ഷെ ഫ്രണ്ടിന്ന് കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. കൃഷ്ണു മോളിങ്ങനെ മീനോട്ട് ഇങ്ങനെ ആഹാ ആഹാ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തര് എന്ന് ചോദിച്ചു. കൃഷ്ണശ്രീ, എന്തോ മോൾ എങ്ങനെ ഈ പാട്ട് വരെ എത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ യൂട്യൂബില് സെർച്ച് ചെയ്ത് പോയി ഈ പാട്ട് മോള് തന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. മോൾ എങ്ങനെ ഈ പാട്ടിലേക്ക് വന്ന് ചേർന്നു? എന്ത് സെർച്ച് ചെയ്തപ്പോഴാണ്? കാരണം നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി ഈ ലേറ്റസ്റ്റ് ജനറേഷൻ രാപ്പാടി എന്നുള്ളൊരു പാട്ടിലേക്ക് എന്തെങ്കിലും ഉദ്ദേശിച്ച് ശ്യാം സാറിന് സെർച്ച് ചെയ്തോ? അല്ല, ഞാൻ കഴിഞ്ഞ വട്ടുണ്ടായിരുന്നല്ലോ 5 കൊഞ്ചാതടി, അത് പാടിയ സമയത്ത് അതിന്റെ അടിയിലുണ്ടായ വീഡിയോ സോങ് കണ്ടു അങ്ങനെ. എന്താ പറഞ്ഞേ? അതിന്റെ അടിയിലേക്ക് ഉണ്ടായിരുന്ന വീഡിയോ സോങ് അല്ലേ? വീഡിയോ അല്ല. അങ്ങള് എവിടെ നോക്കിയാ? അപ്പൊ അങ്ങനെ മോളുടെ കയ്യിൽ ഈ പാട്ട് വന്ന് ഒരു ലക്കായിട്ട് വന്ന് കിട്ടി അല്ലേ? എന്തായാലും നല്ല സൂപ്പർ സെലക്ഷൻ ആണ്. അതായത് ട്യൂണും ഉണ്ട്, അന്ന് ഉറക്കം വരുന്ന പോലത്തെ സ്പീഡും അല്ല, നല്ല എന്താ പറയണ്ട മീഡിയം പേസ്റ്റും ആണ്. അപ്പൊ നല്ല എനർജിയും ഉണ്ട്. അന്നാ പാടാൻ നല്ല അത്യാവശ്യം നല്ല സംഭവം പാട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. മോള് പാടിയപ്പം മോളുടെ ശബ്ദവും ഈ ട്യൂണും, കാരണം ചിത്ര ചേച്ചിയുടെ ശബ്ദം വേറൊരു ടിമ്പറാണ്. അപ്പൊ അതിൽ ഈ പാട്ട് കേട്ട് ഇന്ന് മോളുടെ ശബ്ദത്തിൽ, മോള് പൊതുവെ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഹസ്കിയും കൊഞ്ചലും അങ്ങനെയാണ്. ആ ശബ്ദത്തിൽ ഈ പാട്ട് കേട്ടപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ. അതായത് ഒരിക്കലും എക്സ്പീരിയൻസ് ഒരു ബാഡ് എക്സ്പീരിയൻസ് അല്ല, ഡിഫറെന്റ് എക്സ്പീരിയൻസ് വിച്ച് ഇസ് ഓൾസോ വെരി ഗുഡ്. എനിക്ക് പാട്ട് ശരിക്കും ഇവിടെ അങ്ങ് കിട്ടി മോള് പാടിയപ്പോൾ. സൂപ്പർ. എനിക്ക് ഇനിയും മോള് ഇതുപോലത്തെ പാട്ടുകൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പാട്ട് കയ്യിൽ വന്ന് വീണ പോലത്തെ ലക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. എനിക്ക് അതുപോലെ വേറൊരു പാട്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? ഈ പാട്ട് പഠിക്കുന്ന സമയത്ത്
പുതിയ പാട്ട് ആ രാത്രി മഞ്ഞു പോയി. ആ നല്ല അതൊരു ഉഗ്രം പാട്ടാണ്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. ഞാൻ ഇപ്പോഴേ ഇമാജിനേഷനിലേക്ക് പോയി, ഈ ശബ്ദവും ആ പാട്ടും എങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് കേൾക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്തായാലും ഇന്നത്തെ ഉടുപ്പൊക്കെ കലക്കിയിട്ടുണ്ട്. പാട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചരണമാണ്. ചരണം ആയപ്പോഴാണ് മോളൊന്ന് ശരിക്കും ട്രാക്കിൽ വീണത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം പല്ലവിയിലും അനുപല്ലവിയിലും കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് പല്ലവിയിൽ ദിവ്യ കാവ്യാഞ്ജലി, പിന്നെ അനുപല്ലവിയിൽ ഏതോ പ്രേമോത്സവം. ഏതോ പ്രേമോത്സവം തേടുന്നു പാരാഗവേ. ഇപ്പൊ പാടിയ പോലെ ശ്രുതി ചേർന്നില്ല അവിടെ. അതുപോലെ തന്നെ ഗാനം നെഞ്ചുണ്ടില്ല. ഒന്ന് ക്ലാരിറ്റി വരാനുണ്ട് അവിടെ. അതുപോലെ തന്നെ ചരണത്തിന്റെയും ആ ഭാഗത്ത് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് പാടി. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ രാത്രി മാഞ്ഞു പോയി പാടാനായിട്ട് ഉടനെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അവളെ ചിരി കേൾക്കുമ്പോ നമുക്കും ചിരി വരും. കൃഷ്ണമോൾ, എന്തോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അടിപൊളിയായിട്ട് പാടി ആൻഡ് എൻജോയ് ചെയ്ത് പാടി. താങ്ക് യു. ആൻഡ് സ്പെഷ്യൽ റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദ ബാൻഡ്. ദിസ് ഇസ് സോ എൻജോയബിൾ ആൻഡ് ഈ സ്ട്രിങ്സ് ഒക്കെ കേൾക്കാൻ ഒത്തിരി രസമുണ്ടായിരുന്നു. സോ ദിസ് വാസ് ഓസം. താങ്ക് യു ഫോർ സച്ച് എ ട്രീറ്റ്. ആൻഡ് ഈ ജോൺറ അല്ലെങ്കിൽ ഈ സ്റ്റൈൽ മോളുടെ വോയിസിൽ കേൾക്കാൻ ഇറ്റ് വാസ് റിയലി ലവ്ലി. താങ്ക് യു മാം. ആൻഡ് ഇപ്പോൾ ദീപക് സാർ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ മേ ബി യു ഷുഡ് ട്രൈ ഔട്ട് മോർ ആൻഡ് മോർ. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇങ്ങനത്തെ ഈ ഒരു ജോൺറ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് സിംഗിങ് മോൾക്ക് ഒത്തിരി സൂട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. സോ അതിൻ്റെ ഒരു ഫ്ലേവർ വാസ് റിയലി റിയലി നൈസ്. അവിടെ ഇവിടെയും ഐ ഫെൽറ്റ് മേ ബി ഇച്ചിരി കൂടെ തുറന്നു പാടിയാൽ ഇറ്റ് വുഡ് ബി ഈവൺ മോർ. ഓൾറെഡി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ ഇവിടെയും ഇച്ചിരിയും കൂടെ ഒന്ന് ഓപ്പൺ ആയിട്ട് പാടിയാൽ ഇന്നും ഒരു കൊതി കൊണ്ട് പറയുന്നതാണ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈവൺ മോർ ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി ഇപ്പോൾ ഈ സെക്കൻഡ് ലൈനില്ലേ, ഐ മീൻ ഇപ്പോൾ ചരണത്തിന്റെ ഓപ്പണിംഗ്, ഇപ്പൊ ഏതോ പ്രേമോത്സവം. ഏതോ പ്രേമോത്സവം തേടുന്നു പാരാഗവേ. ഗാനം തൻ ചുണ്ടിലും മൂളുന്നു പോന്തിന്ന്. സൂപ്പർ. സോ ഇപ്പൊ പാടിയപ്പോഴും ഐ തോട്ട് ഇറ്റ് വാസ് ലിറ്റിൽ മോർ ഓപ്പൺ, ലൈക്ക് എസ്പെഷ്യലി ആ ബിഗിനിങ്. അപ്പൊ ഇങ്ങനത്തെ ഡൈനാമിക്സ് ഇതുപോലെ ഇച്ചിരിയും കൂടെ ചെയ്താൽ, ആ ഡൈനാമിക്സ് ഇച്ചിരിയും കൂടെ കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും. ഓൾറെഡി അടിപൊളിയാണ്, ഇന്നും അടിപൊളിയാക്കാൻ വേണ്ടി. സോ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി കൂടെ ത്രോയിലും ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ട് പാടുമ്പം അതിന്റെ എക്സ്പ്രഷൻ സോങ്ങിന് അടിപൊളിയായിരിക്കും. സോ കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, റെഡിയാണോ? ഇത് ബോംബെയിൽ നടന്നൊരു സംഭവമാണ്. എവിടെങ്കിലും ആയിക്കോട്ടെ, അതാണ് പള്ളി പറഞ്ഞത്. എന്നിട്ട് കാര്യം പറ. 2 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. എല്ലാം പൂച്ച തന്നെ. ഓ ശരി. എന്നിട്ട് ശക്തി പൂച്ചക്കളിയാണ്. ഒരു അമ്മ പൂച്ചക്കുട്ടി, ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി. കുഞ്ഞു പൂച്ചക്കുട്ടി മാസ്ക് എടുത്തില്ല, സാനിറ്റൈസർ എടുത്തില്ല, ചെരുപ്പിട്ടില്ല. അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. എന്നിട്ട് ഫ്രണ്ട്സിനെ കാണാൻ പുറത്തു പോവാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അമ്മ പൂച്ചക്കുട്ടി കുഞ്ഞിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? അല്ല, മ്യാവ്. ഒരു മ്യാവ് മാത്രം. എന്തിയാ അങ്ങനെ? പൂച്ചല്ലേ? അല്ല, ഞാനും വന്നോട്ടെ എന്ന്. മ്യാവ് മ്യാവ്. ഭയങ്കര തിങ്കിങ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അല്ല, അതല്ല റൈറ്റ് ആൻസർ. കൃഷ്ണമോൾ ട്രൈ ചെയ്യുന്നോ? വേണ്ടേ? 2 പൂച്ചകൾ പറയട്ടെ. ബോംബെയില് പൂച്ചയുണ്ട്. പൂച്ച ഇല്ലായിരുന്നു, അങ്ങനല്ലാണോ? ഉണ്ടായിരുന്നു. കേക്കട്ടെ പൂച്ചക്കഥ. പറയട്ടെ. മോനെ മാസ്ക് ഇട്ടോണ്ട് പോ, സാനിറ്റൈസർ എടുത്തോണ്ട് പോന്ന് പറഞ്ഞു അമ്മ പൂച്ചക്കുട്ടി. ഇനി ഇതേ കഥ കൽക്കട്ടാന്ന് പറഞ്ഞോണ്ട് വരരുത്. ഇതോടെ നിർത്തിക്കൊള്ളണം.
ഇനി ഓരോ സ്ഥലത്ത് ഈ പൂച്ചക്കെട്ടുണ്ടാവാൻ പാടില്ല. വലിയ കാര്യത്തിൽ 2 പ്രാവശ്യമായിട്ട് എടുക്കുന്നു. എന്റെ സ്പ്രേയാ പോണത് കേട്ടോ. എന്റെ ജീവന്റെ ജീവനാണ്. ഇനി ഇവിടെ വെക്കാം. അതെ. ഇനി ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മോളെടുത്താണ്. ഏറ്റവും മധുരിക്കുന്ന കര ഏതാണ്? എനിക്കറിയാം. അപ്പോ മോളുടെ മാർക്ക് 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. വീണ്ടും ഒരു 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ശ്രുതി പോയത് കൊണ്ട് ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. 9.25. താങ്ക് യു സർ. So 28.25 out of 30. താങ്ക് യു സർ. മോൾക്ക് കിട്ടിയിരിക്കുന്നത് A extreme. താങ്ക് യു. ഒരു പൂച്ച പൂക്കുറ്റി കൊടുക്കാം അല്ലേ നമ്മുടെ ശക്തിക്ക്. കാരണം ഇനി അടുത്ത പൂച്ച വരുന്നതിന് മുമ്പ് പറയാൻ പറ്റത്തില്ല. ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരു ചോദ്യമുണ്ട്. തമിഴ്നാട്ടിൽ അല്ല, ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിൽ ഒരു പൂച്ച. ആടി ഒരു പൂച്ച പൂക്കുറ്റി. Congratulations, you are awarded A extreme. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടുകളൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാവരും വേഗം തന്നെ വോട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ പഠിപ്പിക്കാൻ മാത്രമായി ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. അവര് രാവിലെ 9 മുതൽ രാത്രി 11 മണി വരെയാണ് ഓൺലൈനിൽ ഉണ്ടാവുക. 2 മാസമാണ് ക്ലാസ് ഉള്ളത്. 2 മാസം കൊണ്ട് ക്ലാസ് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ 6 മാസം കൊണ്ട് തീർത്താൽ മതി. ഇതിന് എക്സ്ട്രാ ഫീസുകളൊന്നുമില്ല. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയ ഫീസ് കൊടുക്കണം. ഇവർ പഠിപ്പിക്കുക മാത്രമല്ല, സംസാരിച്ച് പഠിക്കാനായി കോളിംഗ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കെൻമി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ശ്രീനന്ദ്. വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ശ്രീനന്ദ് തൊട്ടന്റെ ഒരു പാട്ട് കേൾക്കാം.
दिलरुबा तुम हमसे खुश हो या हो कफा तिरछी नजर तीखी अदा लगते हो क्यों बेजार से देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं तुम दो कदम दो साथ अगर आसान हो जाए सफर छोड़ो भी दुनिया का डर तोड़ो न दिल इनकार से देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से डरते हो क्यों इकरार से അപ്പൊ ഇനിയും കുറെ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.